രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിന് വളരെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞോ കടലാസ് കൊടുത്തോ ഇതൊന്നുമുള്ളതല്ല, അതിശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിനോ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ ആയോ എന്ന് വസ്തുതാപരമായി പരിശോധിക്കപ്പെടേണ്ട സമയം കൂടിയാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നു, വയനാട് വന്നു, കണ്ടു, സന്ദർശിച്ചു, പോയി. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു? ഇതുവരെ എന്തെങ്കിലും ലഭിച്ചോ? ഇല്ലല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മൾ വയനാടിനായി പ്രഖ്യാപിച്ച വായ്പ സമയബന്ധിതമായി ഇപ്പൊ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അവര് പലതരം കാര്യങ്ങൾ പറയാണ്. ഇത് പൊതിക്കാത്ത തേങ്ങ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പോവുകയാണ്. സർ, കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം, ഗ്രാന്റ് ഒക്കെ വലിയ തിരിച്ചടിയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടഭാരവും ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചില്ലേ? അതൊന്ന് പരിശോധിക്കണ്ടേ? അത് മാത്രമല്ലല്ലോ, സാമ്പത്തിക അച്ചടക്കം നന്നായി ഈ ഗവൺമെന്റ് പാലിക്കുന്നില്ലേ? തനത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നല്ലപോലെ മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലും ചെലവുകൾക്ക് ഏതെങ്കിലും കുറവ് വരുത്തിയോ? ധനമന്ത്രി എല്ലാ ദിവസവും ഇവിടെ നിയമസഭയിൽ പറയുന്നുണ്ടല്ലോ, എത്രയൊക്കെ പ്രശ്നം വന്നപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഒരു തരി പോലും പിന്നോട്ട് പോകാതെ അതിന്റെ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അത് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ സംഗതിയാണ്. ഒന്നും രണ്ടും സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികൾ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രം നന്നായി വിശകലനം ചെയ്ത് ഏതൊരാൾക്കും കാണാൻ കഴിയും. അത് അപൂർവമായ, സമാനതകളില്ലാത്ത എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന പദ്ധതികളാണ്. നവകേരളം സൃഷ്ടിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ സർക്കാർ ഏറ്റെടുത്ത് ഓരോ ദിവസം അത് വിജയിപ്പിക്കുകയാണ്. സർ, 8 വർഷം കൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖല ഉണ്ടായിട്ടുള്ള മാറ്റം അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ നോക്കുന്നത്, അല്ലെ? പൊതുമരാമത്ത് വകുപ്പിൽ ദേശീയപാത 66, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അതിന്റെ വികസന പദ്ധതികൾക്കൊപ്പം തന്നെ പാലങ്ങൾ, ഗ്രാമീണ റോഡുകളുടെ വികസനം എല്ലാം എടുത്തു പറയാൻ കഴിയുന്നതാണ്. നമ്മുടെ സാമ്പത്തികത്തിന്റെ പ്രശ്നമൊക്കെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം സാധിക്കുന്നതെന്ന് കൂടി കാണേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള മണ്ഡലം പോലും, നമ്മുടെ എറണാകുളത്തെ ഉണ്ണികൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങള് ഇപ്പുറത്ത് അഴീക്കോടും മുനമ്പും ഒക്കെ എത്രയോ നാള് ആഗ്രഹിച്ച പാലം ഉൾപ്പെടെ ഈ ഭരണത്തിലാണ് അത് സാധ്യമാകുന്നത്. ഒപ്പം തന്നെ ഇപ്പോ ഒരു 50% മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. വർക്ക് നന്നായിട്ട് നടക്കുന്നു, ഗംഭീരമായിട്ട് നടക്കുന്നു. അതിനെല്ലാം ഈ പൊതുമരാമത്ത് വഹിക്കുന്ന നേതൃത്വപരമായ പങ്ക് ഈ സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അതിന് നന്ദി പറയാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ അതിൽ ഗ്രാമീണ റോഡുകൾ, 1000 കോടി രൂപയുടെ റോഡുകളാണ് വരുന്നത്. അതുപോലെ ചെറുകിട പാലങ്ങൾ വേറെ വരുന്നുണ്ട്. ഇതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, പാലങ്ങളും ഇതിന്റെ സ്പേസ് ഒക്കെ അവിടെ വേസ്റ്റായി കിടന്ന സ്ഥലത്ത് ഒക്കെ എത്ര നല്ല രീതിയിലാണ്. എനിക്ക് തോന്നുന്നു പൊതുമരാമത്തും ടൂറിസവും കൈകാര്യം ചെയ്ത മന്ത്രി ഒന്നായതുകൊണ്ടാവാം ഒരു പക്ഷേ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ടൂറിസത്തിന്റെ ഒരു ഫീലിംഗ് കൂടെ ഉണ്ടാവുകയാണ്. അവിടെ നിർമ്മിക്കപ്പെട്ടത് പാലാണ്, അതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, ഇന്നലെ വേറെ ആളുകൾ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അത് നമുക്കൊന്നും നമ്മുടെ ഈ സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത പലതും നടന്ന സ്ഥലമാണ്. അവിടെയൊക്കെ തന്നെ എത്ര വൃത്തിയിൽ, എത്ര ഭംഗിയിൽ, എത്ര മനോഹരമായി അക്കാര്യങ്ങളെ കൊണ്ടുവന്ന ഒരു വിഷയം വളരെ വലുതാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു ടൈപ്പ് ഡിസൈൻ ഉൾപ്പെടെ, അതിന്റെ കളറിങ്ങിൽ ഉൾപ്പെടെ, അതിന്റെ ലൈറ്റിംഗിൽ ഉൾപ്പെടെ പുതിയ സമ്പ്രദായത്തിലേക്ക് വരുന്നുള്ളതൊക്കെ നമുക്ക് ഏറെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു സ്ലാബ് ഇടുമ്പോൾ പോലും, അല്ലെ, 10 സ്ലാബ് ഇട്ടാൽ 10 തരത്തിൽ സ്ലാബ് ഇടുന്നത് എങ്ങനെ ഇടാൻ പറ്റും നമ്മൾ അതിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ അവരൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങി. ഇതൊക്കെ നിർമ്മിക്കപ്പെടുമ്പോൾ അതിന്റെ ഭംഗിയൊക്കെ സൂക്ഷിക്കപ്പെടുന്ന ഓരോന്നിലും എന്ന് നമ്മുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ മാറിയ കാലഘട്ടമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡ്, അതില് BMBC ചെയ്ത് എന്ന് പറയുന്നത് 14,883 കിലോമീറ്റർ ആണ്. ഒന്നാലോചിച്ച് നോക്കുക എത്രത്തോളം. ഇനി വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം വേണമേ എടുക്കാനുള്ളൂ. അതും എനിക്ക് തോന്നുന്നു വൈകാതെ തന്നെ എടുത്ത് BMBCയിലേക്ക് പോകാൻ കഴിയും എന്ന രീതിയിലുള്ളൊരു പദ്ധതി അവിടെ തയ്യാറാകുന്നുണ്ടെന്നാണ്. കോവിഡിന്റെ ആഘാതത്തിൽ കേരളത്തിന്റെ ടൂറിസം വല്ലാതെ തിരിച്ചടി നേരിട്ടതാണ്. നമുക്ക് എന്തെങ്കിലും അത് തിരിച്ചു വരാൻ കഴിയുമെന്ന് തോന്നി.